ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ 10 മണിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പോൾ രാവിലെ 10 മണിയാണ് കേട്ടോ. രാവിലത്തെ നിസ്കാരം, ഓത്തും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് മല്ലിയും ജീരകം പൊടിച്ചിട്ട് തിളപ്പിച്ച ഒരു വെള്ളമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല മൂഡ് ഓഫാണ്. എന്താണെന്നറിയില്ല, കാരണം ചോദിച്ചാൽ എന്താണെന്നറിയില്ല. മൂഡ് സ്വിങ്സ് പോലെ എൻ്റെ ഹെൽത്തിനും അത്ര സുഖമില്ല. അങ്ങനെ ഈ കാര്യം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. ഹസ്ബൻഡ് പറഞ്ഞു, നിൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോവാം, വേഗം റെഡി ആയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ പോയി. ഞാൻ പോയ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അവിടെ പോയി വന്നപ്പോൾ എൻ്റെ മനസ്സിന് സമാധാനമായി. അത്ര നല്ല പ്ലേസാണ് കേട്ടോ. ഈ ഒരു മരം കണ്ട, ഇതിൽ ഒരുപാട് പക്ഷികളുടെ കൂടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട്. പിന്നെ ഇവിടെ ഒരുപാട് മയിലുകൾ ഉണ്ടായിരുന്നു. അത് നമ്മളെ കണ്ടപ്പോൾ പേടിച്ചോടി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പീലി വിടർത്തിയ മയിലിനെ കാണുന്നത്. ഇവിടെ പെൺമയിലിയും ആൺമയിലിയും ഉണ്ടായിരുന്നു കേട്ടോ. പെൺമയിലിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൺമയിലികൾ ഇതേപോലെ പീലി വിടർത്തി കാണിക്കുന്നത്. നല്ല രസമാണ് ഇത് കാണാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഒരുപാട് പക്ഷികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ടും ഈ പീക്കോക്സും എല്ലാം കാണുമ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷമായി കേട്ടോ. ഇവിടെ മരത്തിന് മുകളിലൊരു മയിലിനെ കണ്ട, ഇതിവിടെ ശാന്തമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ ഇത് ഓടി. മയിൽ പറക്കുന്നതും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എത്ര മനോഹരമായ സ്ഥലമാണിത്. ഇവിടുത്തെ പ്രകൃതി ഭംഗി കണ്ട് ഞാൻ കുറേ നേരം ആസ്വദിച്ച് നിന്ന്. ഇവിടുന്ന് വരാനേ തോന്നില്ലായിരുന്നു. ഇവിടെ നിന്നാൽ സമയം പോയതും അറിയില്ല. അത്ര ഭംഗിയാണ്. ഇവിടുത്തെ പക്ഷികളുടെ സൗണ്ടും വെള്ളത്തിൻ്റെ സൗണ്ടും കുറേ പക്ഷികളും എല്ലാം കാണുമ്പോൾ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷമായി. തിരിച്ച് വീട്ടിലേക്ക് വരാനേ തോന്നില്ലായിരുന്നു. അത്ര എനിക്കിഷ്ടമായി. കാം ആൻഡ് കൂളായിട്ടുള്ള പ്ലേസാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നമുക്ക് വണ്ടിയുടെ സൗണ്ടോ മനുഷ്യന്മാരുടെ സൗണ്ടോ ഒന്നും കേൾക്കൂല കേട്ടോ. നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു പ്ലേസാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നാൽ എന്തായാലും ഇഷ്ടപ്പെടും. ഇതാടെ പറമ്പാന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇത്ര മനോഹരമായ സ്ഥലമുണ്ടെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഇതുവരെ ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. ഇന്ന് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. വന്നപ്പോൾ എൻ്റെ മനസ്സിന് ഒരുപാട് സമാധാനമായി, സന്തോഷമായി. പ്രകൃതിക്ക് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വിഷമമൊക്കെ വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെയുള്ള സ്ഥലത്തേക്കാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷമാവും. എനിക്കിതുപോലെ പച്ചപ്പുള്ള സ്ഥലങ്ങളും വെള്ളമുള്ള സ്ഥലങ്ങളും ബീച്ചും പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാം എനിക്കിഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെയുള്ള സ്ഥലത്ത് പോയിരിക്കും. എൻ്റെ മനസ്സിന് നല്ല സന്തോഷമാവും. എൻ്റെ വിഷമങ്ങളെല്ലാം മറന്നു പോവും. അത്ര ഹാപ്പിയാവും ഞാൻ. ഈ ഒരു സ്ഥലത്ത് ഞാൻ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. വീട്ടിൽ ഒരു ലോഡ് പണികൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അതെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്തു. ഇവിടെ എല്ലാം പൊടി പിടിച്ചിട്ട് മാരാലെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തു കേട്ടോ. ഇത് ഞാൻ മാസത്തിൽ 2 പ്രാവശ്യമാണ് ക്ലീൻ ചെയ്യാറ്. ഈ ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ പൂച്ച കേട്ടോ. പൂച്ച കരയുന്ന കണ്ടോ. ഇതെന്തിനാണ് കരയുന്നതെന്നറിയോ? ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കരയുന്നത്. ഈ ഡോറ് നമ്മളെപ്പോഴും ക്ലോസ് ചെയ്യാറില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ മറന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ പൂച്ച വന്നിട്ട് നമ്മളെ ഇതേപോലെ വിളിക്കും. അപ്പം നമ്മൾ ഡോർ ഓപ്പൺ ആക്കി കൊടുക്കും. ഇപ്പം ഞാൻ ബാത്റൂമാണ് കേട്ടോ കഴുകിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ബാത്റൂം കഴുകി തീർത്തു. നമ്മൾ ബാത്റൂം കഴുകുമ്പോൾ ബാത്റൂമിൽ സോപ്പ് വെക്കുന്ന സ്ഥലം ഉണ്ടാവില്ലേ, അതും ദിവസം നിങ്ങൾ വൃത്തിക്ക് കഴുകണം. പിന്നെ ഇതേപോലെ മിറർ ഉണ്ടെങ്കിൽ മിററും നല്ല വൃത്തിക്ക് കഴുകണം.
ഞാൻ ബാത്റൂമിൻ്റെ മതിലും പൈപ്പും എല്ലാം കഴുകി വെക്കാറുണ്ട് കേട്ടോ, എന്നാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന മഗ്ഗും ബക്കറ്റും എല്ലാം വൃത്തിക്ക് കഴുകി വെക്കുക. പിന്നെ ടോയ്ലറ്റും എല്ലാം നീറ്റായിട്ട് കഴുകണം കേട്ടോ, എന്നാലേ നമ്മൾ കഴുകിയതിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കിടക്കുന്ന കട്ടിലും ബെഡും വീക്ക്ലി വൺസ് നമ്മൾ തുടച്ച് കൊടുക്കുക, കാരണം പൊടിയെല്ലാം പിടിച്ചിട്ടുണ്ടാവും. അതെല്ലാം നീറ്റാക്കി തുടച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ദിവസം തുടക്കാറില്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യം എൻ്റെ കട്ടിലും ബെഡും പിന്നെ ഇതേപോലെ കബോർഡും എല്ലാം ക്ലീനാക്കി കൊടുക്കലുണ്ട് കേട്ടോ. കബോർഡ് ക്ലീൻ ആക്കുമ്പോൾ അതിൻ്റെ പുറഭാഗവും ഉൾഭാഗവും എല്ലാം നല്ലപോലെ തുടച്ച് കൊടുക്കുക. പിന്നെ എൻ്റെ റൂമിൻ്റെ ഡോറുണ്ടല്ലോ, അതും ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നല്ലപോലെ തുടച്ച് വൃത്തിയാക്കാറുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീനിൽ തുണിയിട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെ സ്റ്റാൻഡിൽ ഇട്ട് കൊടുത്തു. ഞാൻ എല്ലാ തുണികളും വാഷിംഗ് മെഷീനിൽ ഇടാറില്ല കേട്ടോ, കുറേ തുണികൾ ഞാൻ കൈകൊണ്ടാണ് കഴുകുന്നത്. ഇന്ന് മടി കാരണം എല്ലാ തുണികളും ഞാൻ വാഷിംഗ് മെഷീനിലിട്ടു. വാഷിംഗ് മെഷീനിലിട്ടാൽ എല്ലാ തുണികളും അത്ര വൃത്തിയാവാറില്ല. നമ്മുടെ വേർപ്പുള്ള തുണികളൊക്കെ വൃത്തിയാവും, പക്ഷേ ചെളിയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൈകൊണ്ട് തന്നെ കഴുകുന്നത് നല്ലതായിരിക്കും. കുറച്ച് റേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം അതിൻ്റെ കണ്ടെയ്നേഴ്സിൽ ഫില്ല് ചെയ്ത് വെച്ചു. ബാക്കിയുള്ള റേഷൻസ് എല്ലാം ഇതേപോലെ ഞാൻ ബക്കറ്റിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. എക്സ്ട്രാ റേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം ഞാൻ ഇതേപോലെ ബക്കറ്റിലിട്ട് വെക്കും. പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം ഞാൻ അതിൻ്റെ കണ്ടെയ്നേഴ്സ് ഉണ്ടാവില്ലേ, അതിലെല്ലാം ഫില്ല് ചെയ്ത് വെക്കും കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞിട്ട് കുളിച്ച് വൃത്തിയാക്കി ഡ്രസ് ചേഞ്ച് ചെയ്തു, ളുഹർ നിസ്കരിച്ചു കേട്ടോ. ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് പോകാണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിംഗ് പോയി. നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അങ്ങനെ കല്യാണത്തിന് കുറച്ച് ഡ്രസ്സ് പർച്ചേസും പിന്നെ നമുക്ക് കല്യാണത്തിന് ഇടാനുള്ള ചെരുപ്പും അതെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് പോയി കേട്ടോ. ഒരുപാട് ഡ്രസ് കളക്ഷൻസ് ഉണ്ടായിരുന്നു, ചെരുപ്പ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇതേപോലെയുള്ള ഡ്രസ്സെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ മോളിലൊക്കെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈസി അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല. നമ്മൾ കുറേ നോക്കിയിട്ട് അവസാനം ഈ ഡ്രസ്സാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. എനിക്കിത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഈ മോളിൽ നിന്ന് നമ്മൾ 2 ഡ്രസ്സാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്, പിന്നെ ചെരുപ്പും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചെരുപ്പ് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സും എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു, വരുന്ന വഴിക്ക് നമ്മളൊരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല ഫുഡായിരുന്നു. നമ്മൾ സ്പെഷ്യൽ താലിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ പൂരിയും ചപ്പാത്തിയും എല്ലാം കിട്ടും കേട്ടോ. വീട്ടിലേക്ക് എത്തുമ്പോൾ അസർ ബാങ്കായിട്ടുണ്ടായിരുന്നു, അസർ നിസ്കരിച്ചു കേട്ടോ. കുറേ പേർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നിസ്കാരങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നത്, അത് കളായി പോകില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മളെപ്പോഴും പുറത്ത് പോകുമ്പോൾ നിസ്കാരത്തിൻ്റെ സമയം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുക. നമ്മൾ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അസർ നിസ്കരിക്കാനുള്ള സമയം ഉണ്ടാവും. നമ്മൾ അതുപോലെ നോക്കിയിട്ട് പോവുക. അതല്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രെയർ റൂം ഉണ്ടാവും, അവിടെ പോയിട്ട് നിസ്കരിക്കുക. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് കുറേ പള്ളികളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് നിസ്കരിക്കുക. ഇങ്ങനെ നമ്മൾ എവിടെ പോയാലും നമുക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ നമ്മളുള്ള സ്ഥലത്ത് അവിടുത്തെ ആൾക്കാരുണ്ടാവില്ലേ, അവരോട് ചോദിച്ചാൽ മതി. ഞാൻ ഷോപ്പിങ്ങിനെല്ലാം പോയാൽ നിസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ ഞാൻ മോളിലാണ് കേട്ടോ നിസ്കരിക്കുന്നത്. അവിടെ നമുക്ക് സ്ത്രീകൾക്ക് സെപ്പറേറ്റ് സ്ഥലം ഉണ്ടാവും, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉളു ചെയ്യാനുള്ള പ്ലേസ് ഉണ്ടാവും, നിസ്കാര കുപ്പായം ഉണ്ടാവും, ഖുർആൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അധികം അവിടെയാണ് നിസ്കരിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ വരുന്ന വഴിക്ക് ഏതെങ്കിലും പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടാവും, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലം ഉണ്ടാവും, അവിടെ കയറി നിസ്കരിക്കും. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് പുഡിങ്ങും പയറുവെള്ളം ഉണ്ടാക്കി കേട്ടോ. ഇവിടെ ക്യാരറ്റ് പുഡിങ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ചൈന ഗ്രാസ് യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് പുഡിങ് ചെയ്യാനുള്ള പൗഡർ കിട്ടും, അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. പൗഡർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പുഡിങ്ങിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതൊരു ഡ്രിങ്കിന് യൂസ് ചെയ്യുന്ന മസാലയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ലോസിനെല്ലാം സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് വറുത്ത് പൊടിച്ച് ഞാനൊരു ബോക്സിലിട്ട് വെക്കുന്നുണ്ട്. രാത്രിയും രാവിലെയും ഓരോ സ്പൂണ് പോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് അടുത്ത് പൂ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് റോസാപ്പൂവും മുല്ലപ്പൂവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കൊണ്ടുവന്നിട്ട് 2 ദിവസമായി, അതുകൊണ്ടാണ് ഇതിൻ്റെ കോല ഇങ്ങനെ. അതല്ലെങ്കിൽ ഇത് നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞാൻ വെക്കുന്നത്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടപ്പോൾ എടുത്ത് ഞാൻ തലയിൽ കുത്തി വെച്ചു. ഇതിന് നല്ല പ്രൈസാണ് കേട്ടോ. ഈ മുല്ലപ്പൂവിന് നമ്മുടെ നാട്ടിൽ ഭയങ്കര പ്രൈസാണ്. ഇതിന് നല്ല മണമാണ്. ഇവിടെ കല്യാണ പെണ്ണിനെല്ലാം യൂസ് ചെയ്യുന്ന പൂവാണ് കേട്ടോ ഇത്. ഇവിടെ പുറത്ത് നല്ല മഴയാണ്. ഈ മഴയത്ത് ചായയും അവലും കഴിച്ചു.
ഞാൻ രാത്രിത്തേക്കുള്ള ഫുഡ് മഗ്‌രിബ് വാങ്ങുന്നതിന് മുന്നേ തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സമാധാനത്തോടെ നിസ്കരിക്കാനും ഖുർആൻ ഓതാനും പറ്റും. ഇന്ന് പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. മുട്ട പുഴുങ്ങിയിട്ടാണ് കറി ഉണ്ടാക്കിയത്. രാത്രിത്തേക്കുള്ള ഡിന്നർ റെഡിയാക്കിയിട്ട് നിസ്കരിക്കാൻ പോവും. രാത്രിത്തേക്കുള്ള ഫുഡ് റെഡിയാക്കിയിട്ട് നിസ്കരിക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു സമാധാനം. എനിക്ക് കൂടുതൽ നേരം ഖുർആൻ ഓതാനും ദിക്റുകൾ ചൊല്ലാനും പറ്റും, ദുആ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഫുഡെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് മേലിൽ വിയർപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് മേൽ കഴുകിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നിസ്കരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വിയർപ്പ് നജസ്സല്ല. പക്ഷേ നമുക്ക് നിസ്കാരത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയായി നിസ്കരിക്കുക കേട്ടോ. നമ്മുടെ ശരീരവും മനസ്സും എല്ലാം വൃത്തിയാക്കി നിസ്കരിക്കുക. എന്നാലേ നമുക്ക് നിസ്കരിക്കുമ്പോൾ കൂടുതൽ കോൺസെൻട്രേഷൻ ലഭിക്കുള്ളൂ. നമ്മൾ നിസ്കരിക്കാൻ ധരിക്കുന്ന കുപ്പായവും നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലവും എല്ലാം വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. നിസ്കാരം ഓത്തും എല്ലാം കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാൻ വന്നു കേട്ടോ. മുട്ടക്കറിയും പത്തിരിയും നല്ല ടേസ്റ്റായിരുന്നു. ഇവിടെ അധികം എല്ലാവരും ഇശാൻസ്കാരം കഴിഞ്ഞിട്ടാണ് ഡിന്നർ കഴിക്കുന്നത്. പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ കഴിക്കാറുണ്ട് കേട്ടോ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടും കഴിക്കാറുണ്ട്. ഞാൻ നേരത്തെ ഫുഡൊക്കെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നേരത്തെ കഴിക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. ഞാനെപ്പോഴും പറയും നേരത്തെ ഫുഡ് കഴിക്കണം, ഹെൽത്തിന് നല്ലതാണ്. നമ്മൾ ലേറ്റായി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കുറേ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് എല്ലാം വരും, കൊഴുപ്പ് കൂടും, വണ്ണം വെക്കും, ഇതൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ കഴിക്കാൻ നോക്കാറുണ്ട് കേട്ടോ. പ്ലാനർ ടിക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. രാത്രി സമയത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം എഴുതി വെക്കും. ടിക്ക് ചെയ്യാനുള്ളതെല്ലാം ടിക്ക് ചെയ്ത് വെക്കും കേട്ടോ. എല്ലാ മാസവും ഞാൻ ഇസ്ലാമിക് പ്ലാനർ ചെയ്യാറുണ്ട് കേട്ടോ. ഇതുകൊണ്ട് കുറേ പേർക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എനിക്കും കുറേ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എൻ്റെ നിസ്കാരത്തിലും ദുആയിലും ദിക്റിലും ഖുർആനോത്തിലും എല്ലാത്തിലും ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഉപകാരമുള്ള പ്ലാനറാണിത്. ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എല്ലാ മാസത്തെ പ്ലാനറും ചെയ്യാറുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. എൻ്റെ മുമ്പത്തെ വീഡിയോസ് എല്ലാം എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പ്ലാനർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കട്ടോ. നമുക്ക് മാസാവസാനമാകുമ്പോൾ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ പ്ലാനറിലൂടെ അറിയാൻ പറ്റും. നമ്മൾ എത്ര അതായി നിസ്കരിച്ചു, എത്ര കളായി നിസ്കരിച്ചു, നമ്മൾ എത്ര നിസ്കരിച്ചില്ല, എത്ര നോമ്പ് നോക്കി, എത്ര ദിക്റുകൾ ചൊല്ലി, എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അടുത്ത മാസമാകുമ്പോഴത്തേക്ക് നമുക്കിതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഇതുവരെ പ്ലാനർ ചെയ്യാത്തവരാണെങ്കിൽ ഇനി മുതൽ ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങളുടെ ലൈഫിലും മാറ്റം സംഭവിക്കും കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന പ്ലാനറാണ് കേട്ടോ ഇത്. മലയാളത്തിൽ ആദ്യമായിട്ട് ഇസ്ലാമിക് പ്ലാനർ ഉണ്ടാക്കിയത് എൻ്റെ ഈ ചാനലിലാണ്. അതുകൊണ്ട് കുറേ പേർക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. ഐസ് ക്യൂബ് വെച്ചിട്ട് ഐസ് ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു. വെള്ളത്തിൽ ഐസ് ക്യൂബ്സ് എല്ലാം ഇട്ടിട്ട് നമ്മുടെ ഫേസ് ഡിപ്പ് ചെയ്ത് വെക്കുക. ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുഖത്തിലുണ്ടാകുന്ന ചുളിവുകൾ ഇല്ലാതാക്കാൻ പറ്റും, ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിമ്പിൾ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫേഡായി പോകുന്ന പറയുന്നത്. എനിക്കറിയില്ല, എൻ്റെ മുഖത്തിൽ പിമ്പിൾ മാർക്സോ ഒന്നും ഇല്ല കേട്ടോ. എൻ്റെ മുഖം ക്ലിയറാണ്. എന്നാലും ഞാൻ സ്കിൻ കെയർ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മുടെ സ്കിന്ന് നമ്മൾ ഹെൽത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതല്ലേ. മുഖത്തെ പാടുകളും ചുളിവുകളും ഒന്നും ഇല്ലാതെ മുഖം ഹെൽത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇശാൻസ്കാരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.